ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മാരത്തോൺ MCQ ബേസ്ഡ് ഓൺ ദ സബ്ജക്ട് സോഷ്യൽ സയൻസ് സീരീസ് 1. ഓക്കെ, അപ്പൊ ജനറൽ സയൻസ് സീരീസ് 1 നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ക്ലാസ് കാണാത്തവരെ നമ്മുടെ ചാനൽ നോക്കിയാൽ മതി, കാണും കേട്ടോ. അപ്പോൾ ജനറൽ സയൻസിൽ നമ്മളൊരു മാരത്തോൺ MCQ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്താണ്? നമുക്കറിയാം പുതിയ സിലബസിലാണ് LDC 2027 ബേസ്ഡ് ഓൺ ദ സബ്ജക്ട് ജനറൽ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് അല്ലെ. ആ ജനറൽ സയൻസിൽ നമ്മൾ നോക്കിയപ്പോൾ 7 മെയിൻ ടോപ്പിക്കുകളാണ് ഉള്ളത്. ആ 7 മെയിൻ ടോപ്പിക്കുകളിൽ 40 സബ് ടോപ്പിക്കായി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 40 സബ് ടോപ്പിക്കൊന്നും ഓരോ ടോപ്പിക്കും നമ്മൾ ഓരോ വീഡിയോസ് വിത്ത് MCQ വിത്ത് പിക്ചേഴ്സ് ആൻഡ് എക്സ്പ്ലനേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൽ നമ്മൾ നോക്കിയപ്പോൾ 4 മെയിൻ ടോപ്പിക്കുകൾ വിത്ത് 40 സബ് ടോപ്പിക്സ് അവിടെ ഉണ്ട്. അപ്പൊ ഓരോ ടോപ്പിക്കിന്റെ ബേസിലും MCQ സീരീസ് ബേസ്ഡ് ഓൺ ഈച്ച് ടോപ്പിക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിൽ ജനറൽ സയൻസിൽ സീരീസ് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സയൻസിൽ സീരീസ് 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സയൻസിൽ സീരീസ് 1 ആണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്: വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആസാം ആണ്. അപ്പൊ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം എന്ന് പറയുന്നത് ആസാം ആണ്. എന്താണ്, നമുക്കറിയാം വിസ്തൃതിയിലെ ഏറ്റവും വലിയ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണെങ്കിലും ജനസംഖ്യയില് മുന്നിൽ ആരാണ്? മുന്നിൽ ആരാണ്? ആസാമാണ്. അതായത് അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 3 കോടിയിലധികം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം എന്ന് പറയുന്നത് ആസാം. അടുത്തത്, വടക്ക് കിഴക്കൻ മേഖലയിലെ പ്രധാന സംസ്ഥാനങ്ങളും അവരുടെ ജനസംഖ്യാ ക്രമമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ആസാം ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള, രണ്ടാമത്തെ ത്രിപുര, മൂന്നാമത്തെ മേഘാലയ, മേഘങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന മേഘാലയ, നാലാമത്തെ മണിപ്പൂർ, അഞ്ചാമത്തെ നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം ആൻഡ് സിക്കിം. വടക്ക് കിഴക്കൻ കൗൺസിൽ ഉൾപ്പെടുന്ന 8ാമത്തെ സംസ്ഥാനമാണ് ഇത് സിക്കിം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. 8ാമത്തെ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? അത് സിക്കിം ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം: ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ ഡി കേരളം. ഈ കൊടുത്തിരിക്കുന്നതിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാർ ആണ്. ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത. ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ ആണ്. അതായത് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 1106 പേർ എന്ന നിരക്കിലാണ് ഇവിടുത്തെ ജനങ്ങൾ താമസിക്കുന്നത്. അപ്പൊ 2ാം സ്ഥാനത്ത്, നമുക്കറിയാം PSCയിൽ എപ്പോഴും ചോദിക്കുന്നത് 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തുമാണ്. 2ാം സ്ഥാനത്ത് പശ്ചിമ ബംഗാളും 3ാം സ്ഥാനത്ത് കേരളവുമാണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാർ ആണ്. 2ാം സ്ഥാനത്ത് പശ്ചിമ ബംഗാളാണ്. 3ാം സ്ഥാനത്ത് കേരളമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം: കേരളത്തിന്റെ സംസ്ഥാന ആഘോഷമായിട്ട് ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പട്ടം താണുപിള്ള, ഓപ്ഷൻ ബി ആർ ശങ്കർ, ഓപ്ഷൻ സി EMS, ഓപ്ഷൻ ഡി EK നായർ. നമുക്കറിയാം നമ്മുടെ സംസ്ഥാന ആഘോഷം എന്ന് പറയുന്നത് ഓണമാണ്. അപ്പൊ ഓണത്തെ നമ്മുടെ സംസ്ഥാന ആഘോഷമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് പട്ടം താണുപിള്ള. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. 1961 മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലാണ്, ആ മന്ത്രിസഭയിലാണ് ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ, അടുത്തത് നാലാമത്തെ ചോദ്യം: ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 16, ഒക്ടോബർ 17, ഒക്ടോബർ 26, ഒക്ടോബർ 28 എന്നാണ് ലോക ഭക്ഷ്യദിനം. ഒക്ടോബർ 16നാണ് ലോക ഭക്ഷ്യദിനം. എന്നാണ്? ഒക്ടോബർ 16. ഓക്കെ, എന്താണ് ലോക ഭക്ഷ്യദിനം? അതായത് ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16നാണ് ആചരിക്കുന്നത്. 1945 ഒക്ടോബർ 16ന് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന, അതായത് FAO അല്ലെ, രൂപീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഈ ദിവസം ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. സോ ലോക ഭക്ഷ്യദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 16നാണ്. ഓക്കെ, അപ്പൊ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ: മനുഷ്യൻ ആദ്യം കൃഷി ചെയ്ത വിളകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്.
ഓക്കെ. അപ്പൊ ഓപ്ഷൻ എ ഗോതമ്പ് കണ്ടു. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞ് എഴുതിയാൽ തെറ്റും കാര്യം. ഓപ്ഷൻ ബിയും നോക്കണം. ഓപ്ഷൻ ബി ബാർലി, ഓപ്ഷൻ സി ചാമ, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവയെല്ലാം. അപ്പൊ നോക്കിക്കേ, ഗോതമ്പ് കൃഷി ചെയ്ത വിളയാണ്, അതുപോലെ തന്നെ ബാർലിയും ഈക്വൽ ടു ചാമ. അപ്പൊ എല്ലാം ഈ മൂന്നും കൃഷി ചെയ്താണ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മുകളിൽ കൊടുത്തവയെല്ലാം. മനുഷ്യൻ ആദ്യം കൃഷി ചെയ്ത വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, ചാമ എന്നിവയെല്ലാം മനുഷ്യൻ ആദ്യം കൃഷി ചെയ്ത വിളകളാണ് കേട്ടോ. അടുത്തത് ആറാമത്തെ ചോദ്യം. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയതുമായിട്ടുള്ള മൃഗം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആന, ഓപ്ഷൻ ബി ആട്, ഓപ്ഷൻ സി നായ, ഓപ്ഷൻ ഡി ചെമ്മരിയാട്. അപ്പൊ നമുക്കറിയാം ആദ്യം ഇണങ്ങുന്നതും, ഇപ്പോ ഈ ഒരു ഓപ്ഷൻസിൽ തന്നെ നമുക്ക് മനസ്സിലാവും ആദ്യം ഇണങ്ങിയതും ആദ്യം ഇണക്കി വളർത്തുന്നതുമായ മൃഗം ഇപ്പോഴും വേഗം ഇണങ്ങുന്നതും, നമുക്കൊരു ഫുഡ് കൊടുത്താൽ തന്നെ വേഗം അത് ഇണങ്ങുകയും ചെയ്യും, നമ്മുടെ കൂടെ വരികയും ചെയ്യുന്ന മൃഗം ഏതാണെന്ന് ആലോചിച്ചാൽ മതി. അല്ല, ഏതാണ് റൈറ്റ് ആൻസർ? നായയാണ്. നായ എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് കണ്ടോ, അത് ഫോക്സ് പോലെയുണ്ട്. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ഏറ്റവും ആദ്യം ഇണക്കി വളർത്താൻ തുടങ്ങിയ ജീവിയാണ് നായ. അതായത് 15,000 വർഷങ്ങൾക്ക് മുൻപ്, അതായത് ശിലായുഗ കാലഘട്ടത്തിൽ വേട്ടയാടിനും സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് മനുഷ്യർ ചെന്നായ വർഗത്തിൽപ്പെട്ട ജീവികളെ വളർത്താനായിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പൊ ഇത് ചെന്നായ വർഗത്തിൽപ്പെട്ട ജീവിയായിരുന്നു പണ്ട് വളർത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അപ്പൊ ആ ജീവികളെ പറയുന്നത് കാട്ടു ചെന്നായകൾ എന്നാണ് ഇന്നത്തെ നായകൾ പരിണമിച്ചത്. അതായത് കാനിസ് ലൂപ്പസ് എന്നാണ് കാട്ടു ചെന്നായകൾ. അപ്പൊ ഈ ഒരു കാനിസ് ലൂപ്പസിനാണ് ആദ്യം എന്താ ഇണക്കി വളർത്തിയത്, വേട്ടയാടിനും അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യരുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് വളർത്താനായിട്ട് തുടങ്ങിയത് കേട്ടോ, മൃഗങ്ങളെ. അടുത്തത് ഏഴാമത്തെ ചോദ്യം. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ആപ്പിൾ തന്നെ കൊടുത്തിട്ടുണ്ട്, ആപ്പിൾ ആണോ? അല്ല. ഓപ്ഷൻ ബി പൈനാപ്പിൾ, ഓപ്ഷൻ സി പേരയ്ക്ക, ഓപ്ഷൻ ഡി ഏത്തപ്പഴം. റൈറ്റ് ആൻസർ ഈസ് ഏതാണ്? പേരയ്ക്കയാണ് കേട്ടോ. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പേരയ്ക്കയാണ്. ആപ്പിളില് അടങ്ങിയതിന് നമുക്കറിയാം, ഒരു ആപ്പിൾ കഴിച്ചാൽ ഒരു ഡോക്ടറെ പിന്നെ നമ്മൾ കാണേണ്ടി വരില്ല എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. ഒരു ആപ്പിൾ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തോളം അല്ലെങ്കിൽ ഇത്ര ദിവസം എത്ര ആപ്പിൾ കഴിക്കുന്നു അത്രയും ഡോക്ടറെ നമുക്ക് അകറ്റി നിർത്താം എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ആപ്പിളിൽ അടങ്ങിയതിനേക്കാളും കൂടുതൽ പോഷക ഗുണങ്ങളും വിറ്റാമിൻ സിയും കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന പഴമാണ് എന്ത്? പേരയ്ക്ക. അത് പലർക്കും അറിയില്ല അല്ലെ. അപ്പൊ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ, അതായത് ഈ ട്രോപ്പിക്കൽ റീജിയൻസിൽ ഇത് വ്യാപകമായി വളർന്നു. അതുകൊണ്ടാണ് ഇതിനെ ഉഷ്ണമേഖലയിലെ ആപ്പിൾ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ ആപ്പിൾ എന്ന് വിളിക്കുന്നത്. സാധാരണക്കാരന്റെ ആപ്പിൾ എന്ന് വിളിക്കുന്ന ഫ്രൂട്ട് ഏതാണ്? പേരയ്ക്കയാണ്. അപ്പൊ ആപ്പിളിൽ അടങ്ങിയതിനേക്കാളും കൂടുതൽ വിറ്റമിൻ സിയും അതുപോലെ തന്നെ പോഷക ഗുണങ്ങളും ഏതിലുണ്ട്? പേരയ്ക്കയിലുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് എട്ടാമത്തെ ചോദ്യം. 1497 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും വാസ്കോഡ ഗാമ അല്ലെ. ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ട വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിൽ എത്തിയത് വർഷം. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ തന്നെയായിരിക്കും. പക്ഷെ ആൻസർ അറിയാം, ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. ഓപ്ഷൻ എ 1498 മെയ് 20, 1497 മെയ് 22, 1842 മെയ് 20. ഇതെന്തായാലും അല്ല അല്ലെ, എല്ലാം മെയ് 20 മെയ് 20, ഒരെണ്ണം മാത്രം മെയ് 22 ഉണ്ട്. ഏതാണ് മക്കളെ? റൈറ്റ് ആൻസർ 1498 മെയ് 20. ഓക്കെ, സോ എന്താണ് വാസ്കോഡ ഗാമയുടെ കേരള സന്ദർശനം? അപ്പൊ യാത്രയുടെ തുടക്കം 1497 ജൂലൈ 8 അദ്ദേഹം യാത്ര തുടങ്ങിയത്. ലിസ്ബണിൽ നിന്നും യാത്ര തുടങ്ങി അല്ലെ. എന്നിട്ട് ഇതേ വഴി എന്തെത്തി? കേരളത്തിലെത്തി. 4 കപ്പലുകളും 170 നാവികരുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ കേരളത്തിലേക്ക് വരവ് എന്ന് പറയുന്നത് കാപ്പാട് തീരം 1498 മെയ് 20 കാപ്പാട് ബീച്ചിലേക്ക് എത്തി. ആരാണ് അവിടെ സ്വീകരിച്ചത്? സാമൂതിരി അല്ലെ. കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് വാസ്കോഡ ഗാമയും സംഘവും 4 കപ്പലും 170 നാവികരുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ വാസ്കോഡ ഗാമയും സംഘവും അങ്ങനെ അവിടെ എത്തി 1498 മെയ് 20. അവിടുത്തെ നമ്മൾ സമോറിൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. അവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള സാമൂതിരി രാജാവുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. രണ്ടാം സന്ദർശനം 1502 മൂന്നാം സന്ദർശനം 1524 നടന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. സിഡിയം ഗുവാജാവ എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? അപ്പൊ ഈ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഗസ് ചെയ്യാനായിട്ട് സാധിക്കും. ഗുവാവ അല്ലെ, GUAVA. ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം ഏതിന്റെ ശാസ്ത്രീയ നാമമാണ് എന്നുള്ളത്. ഓപ്ഷൻ എ പേരയ്ക്ക, ഓപ്ഷൻ ബി പപ്പായ, ഓപ്ഷൻ സി കൈതച്ചക്ക, ഓപ്ഷൻ ഡി മരച്ചീനി. റൈറ്റ് ആൻസർ ഈസ് പേരയ്ക്ക.
ഗ്വാവ എന്ന് പറയുന്നത് നമുക്കറിയാം പേരയ്ക്കന്റെ ഒരു ഇംഗ്ലീഷ് നെയിം ആണ് അല്ലെ ഗ്വാവ എന്ന് പറയുന്നത്. സോ പേരയ്ക്കയുടെ സയന്റിഫിക് നെയിം ആണ് ഈസിഡിയം ഗ്വജാവ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം മാംഗോ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. എപ്പോഴും ചോദിക്കുന്ന കാരണം ഇപ്പൊ ചോദിക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യം അല്ലെ. മാംഗോ മാഞ്ചിഫെറ ഇൻഡിക്ക, ആപ്പിൾ പൈറസ് മാലസ്, പോംഗ്രാനൈറ്റ് പുനിക്ക ഗ്രനറ്റം, പൈനാപ്പിൾ അനാനസ് സാറ്റിവസ്, ഓറഞ്ച് സിട്രസ്, ഓറഞ്ചിലുള്ളത് സിട്രസ് ആണ് അല്ലെ. സ്ട്രോബെറി ഫ്രജാരിയ, അതുപോലെ തന്നെ അനനസ എന്നുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ ഇതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. മസ്ക് മെലൺ ഒന്ന് നോക്കിക്കോളൂ, കുക്കുമിസ് മെലോ എന്നുള്ളതാണ്. ബനാന മുസ പാരഡിസിയം ആൻഡ് ഗുവാവ ഈസിഡിയം ഗുവാവ അല്ലെ. സ്പെല്ലിംഗ് അത് തന്നെയല്ലേ? അതെ. അപ്പോ പപ്പായ ശാസ്ത്രീയ നാമമാണ് ഈ കരിക്ക പപ്പായ എന്ന് പറയുന്നത് കേട്ടോ. ഈ പപ്പായയുടെ നാമം എന്താണ്? കരിക്ക പപ്പായ എന്നുള്ളതാണ്. അനാനസ് കൊമോസസ് എന്നുള്ളതാണ് കൈതച്ചക്കയുടെ ശാസ്ത്രീയ നാമം. അനാനസ് കൊമോസസ്. മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം മാനിഹോട്ട് എസ്കുലെന്റ എന്നുള്ളതാണ്. മരച്ചീനി മ. അനാനസ് കൊമോസസ് എന്നൊക്കെ പറയുമ്പോൾ ഈ സാഗർ ഏലിയാസ് ജാക്കി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടോ അനാനസ് കൊമോസസ് അല്ലെ. കൈതച്ചക്കയുടെ ശാസ്ത്രീയ നാമമാണ്, അല്ലെങ്കിൽ പൈനാപ്പിൾ അല്ലെ. പപ്പായ കരിക്ക പപ്പായ അത് ഓർത്തു വെക്കാൻ എളുപ്പമാണ്, കാര്യം അതിലും പപ്പായ ഉണ്ട്. ഇതിപ്പോ പേരക്കയുടെ കേസായാലും ഗ്വാവ ഏതാണ്? സിഡിയം ഗ്വജാവ, കുഴപ്പമില്ല. മാംഗോ നമുക്ക് അറിയാം, മാഞ്ചിഫറ ഇൻഡിക്ക. ആപ്പിൾ പൈറസ് മാലസ് എന്നുള്ളതാണ് ആപ്പിൾ അല്ലെ. ബനാന മുസ പാരഡിസിക്കം. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചോളൂ. അടുത്തത് 10ാമത്തെ ചോദ്യം. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതി ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ചങ്ങാതി, ഓപ്ഷൻ ബി അതിഥി, ഓപ്ഷൻ സി മാതൃഭാഷ, ഓപ്ഷൻ ഡി സൗഹൃദം. ഇതിൽ ഇങ്ങനൊരു ഓപ്ഷൻസ് വരുമ്പോൾ ഡൗട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതി എന്ന് പറയുന്നത് എന്താണ് ഈ പദ്ധതിയുടെ പേര്? അവർക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളെ എന്താണ് അവർക്ക് അമ്മ എന്നും മലയാള ഭാഷയെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന പദ്ധതിയുടെ പേര് ചങ്ങാതി എന്നുള്ളതാണ്. ചങ്ങാതി പദ്ധതി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ഇതര സംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളെ മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാക്കുന്നതിന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി ലിറ്ററസി പ്രൊജക്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് വിത്ത് ഡെഫിനിഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. സോ അത് സാധ്യമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.